ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ്. നമുക്ക് വളരെ വേദനയേറിയ സംഭവമാണ്. അവൻ വളരെ മിടുക്കനായിരുന്നു. എല്ലാ കാര്യങ്ങളും ഭയങ്കരമായി ആവേശഭരിതമായി ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷേ ആ സ്പോട്ടിൽ നിങ്ങൾ ചാനലുകാർ ഉൾപ്പെടെ ഉള്ളവർ പറയുമ്പോഴും നമുക്ക് വേദന എന്ന് പറയുന്നത് ചാനലുകാർ മൊത്തം ഒന്നടങ്കം അധ്യാപകരുടെ ഭാഗത്ത് വന്ന അനാസ്ഥയാണ് എന്നുള്ള ഇതിലാണ് പറയുന്നത്. പക്ഷെ ഒരിക്കലും ഞാനിവിടുത്തെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്കത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്നാൽ ആ സ്പോട്ടിൽ ഇവിടെ ഏകദേശം 6-7 അധ്യാപകരും ഉണ്ട്. പക്ഷേ ഞാനാണ് ആശുപത്രി കൊണ്ടുപോയതും. സാറിന്റെ കയ്യിൽ കിട്ടുമ്പോൾ അവന് ജീവൻ ഉണ്ടായിരുന്നു. ചെറിയ രീതിയിൽ ഇവിടുന്ന് എടുത്ത് മേളിൽ നിന്ന് എടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അനക്കം ചെറിയ രീതിയിലുണ്ട്. കണ്ണ് തുറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കവളത്തടിക്കുന്നുണ്ട്, വേണ്ട രീതിയിലുള്ള സംവിധാനം എല്ലാം ചെയ്യുന്നുണ്ട്. അവന് കൃത്രിമ ശ്വാസം എന്നുള്ള സംവിധാനം നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു എല്ലാ ഭാഗങ്ങളിലേക്കും കറണ്ട് വ്യാപിച്ചു, അതുകൊണ്ടാണ് മരണം സംഭവിച്ചത് എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു അനാസ്ഥയും അധ്യാപകരുടെ ഭാഗത്തു നിന്നോ മനുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതല്ല, അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഒരു അനാസ്ഥയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവൻ നന്നായിട്ട് പ്രസംഗിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അവൻ്റെ ഒരു പ്രസംഗം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു. അത്യാവശ്യം വരയ്ക്കാൻ അറിയാവുന്ന, അവൻ്റെ പുസ്തകങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നന്നായിട്ട് വരയ്ക്കാൻ അറിയാവുന്ന, നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയാവുന്ന ഒരു കുട്ടിയായിരുന്നു ഇതിനല്ലേ? ആണ്, തീർച്ചയായിട്ടും. ഈ വർഷം എല്ലാവരും പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. ഈ അധ്യയന വർഷം വന്ന ഒരു കുട്ടിയാണ്, പുതുതായി വന്നു ചേർന്ന ഒരു കുട്ടിയാണ് 8ാം ക്ലാസ്സിലേക്ക്. അതുകൊണ്ട് എല്ലാവർക്കും അതിനെപ്പറ്റി കഴിവുകളെപ്പറ്റി അറിയാൻ സമയമായി വരുന്നതേ ഉള്ളൂ. അതാണ് ഒരു കാര്യം. ഈ മറ്റു കുട്ടികളുടെ കരച്ചിൽ കേട്ടാണോ സാർ ഓടി ഈ സ്ഥലത്തേക്ക് എത്തുന്നത്? ഞാൻ എൻ്റെ തൊട്ടടുത്ത് ആ ഗ്രൗണ്ടിന്റെ തൊട്ടിപ്പുറത്തെ കടയുടെ മുമ്പിലാണ് ഞങ്ങൾ നിന്നത്. ഞാനും മറ്റധ്യാപകരും ഉണ്ട്. സാർ അപ്പോൾ കാണുന്ന ഒരു രംഗം എന്തായിരുന്നു? ഈ വൈദ്യുത ലൈനിന് മുകളിലേക്ക് കുഞ്ഞ് വീണ് കിടക്കുന്നതാണ്. അപ്പം നമുക്ക് ആ ഘട്ടത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എന്ന് വെച്ചാൽ എന്നിട്ടും നമ്മൾ ഒരു 5 മിനിറ്റ് പോലും 3 മിനിറ്റ് പോലും എടുത്തില്ല. നമ്മൾ അത്രയും പ്രതിസന്ധി ഘട്ടത്തിലും. എന്നിപ്പോൾ ചാനലുകാരുൾപ്പെടെ ഉള്ളവർ ആ ബെഞ്ചിന്റെ കാര്യം പറയുന്നുണ്ട്. ആ ബെഞ്ച് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ബെഞ്ച് വേറെ രീതിയിൽ അത് വെച്ചാണ് കയറിയെന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ എല്ലാ ചാനലും പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും ആ മൃതദേഹം എത്ര മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരും സാർ? ഏകദേശം 11 മണി മുതൽ 12 മണി വരെ ഇവിടെ വെക്കും എന്നുള്ളത്, മൃതശരീരം ഇവിടെ വെക്കുമെന്നുള്ളത് രക്ഷാകർത്താവ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെയും അവിടെ പോയിരുന്നു, എല്ലാ അധ്യാപകരും പോയിരുന്നു. ഇന്ന് പൊതു അവധിയാണ്. എല്ലാ അധ്യാപകരും ഇവിടെയും ഉണ്ട്. അത് മറ്റ് സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകരും വരുന്നു. പക്ഷേ മൊത്തത്തിൽ പഴിചാരുമ്പോൾ, ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പായാലും ശരി, എല്ലാവരും പഴിചാരുമ്പോൾ നമുക്ക് വേദനയോട് പറയുന്നത് നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ആരും തിരക്കുന്നില്ല ഉള്ള ഒരു വിഷമമുണ്ട്. ആ കാര്യങ്ങളെപ്പറ്റി ആരും സൂചിപ്പിക്കുന്നില്ല.